ഓം തത്സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ശുക്ലാം ഭരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചിട്ടിപ്പോൾ ഇപ്പോൾ ഒരു കൊല്ലം ആവാറായി. തലക്കേട്ടൊക്കെയാണ് ദോഷം. കുഞ്ഞിൻ്റെ ജന്മനാളും സമയവും വെച്ച് നോക്കുമ്പോൾ ഇതിലൊരു ചെറിയ പ്രശ്നം കാണുന്നുണ്ടല്ലോ കംസ. എന്തു പ്രശ്നം? ഇതിനകത്തൊരു പൊരുത്തക്കേട് എന്താണെന്ന് വെച്ചാൽ, ഈ കുഞ്ഞിന് തലയ്ക്ക് മൂത്ത ഒരു സന്തതി ഇല്ലാത്തതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ നാളുകൊണ്ട് ഏറ്റവും കൂടുതൽ ദോഷം ഇതിൻ്റെ അമ്മാവനാണ്. ജീവമൃത്യു വരെ സംഭവിക്കാം. അല്ല, ഭയപ്പെടാനുണ്ടെങ്കിൽ തന്നെയും ഈ കുഞ്ഞിൻ്റെ 23ാമത് ജന്മനാൾ വരെ ഈ ദോഷങ്ങളൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ആരും പോകാടോ. ഇല്ലാത്ത സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും. പിന്നെ ഒരു കാര്യം, അനർത്ഥങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ ഈ കുഞ്ഞിൻ്റെ 23ാമത് പിറന്നാൾ വരെ നിങ്ങൾ 2 നാളുകാരും ഒന്നിച്ചുള്ള സഹവാസം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴാ എന്താ അനർത്ഥം സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചടങ്ങ് നടക്കട്ടെ. എന്താ കുഞ്ഞിൻ്റെ പേര്? മദൻ. മദൻ വാസുദേവൻ. മദൻ വാസുദേവൻ. മദൻ വാസുദേവൻ. ജോൽസിൻ്റെ ആ പ്രവചനത്തിന് ശേഷം പിന്നെ ആ തറവാട്ടിൽ നടന്നത് എന്നോടും എൻ്റെ അമ്മയോടുള്ള മാമൻ്റെ ക്രൂരകൃത്യങ്ങളായിരുന്നു. ഈ ക്രൂരതയുടെയൊക്കെ ഉദ്ദേശം മാമൻ്റെ കൺവെട്ടത്ത് എന്നെ കാണരുത് എന്നുള്ളതായിരുന്നു. ഇനി ഇതിനെ എന്റെ കൺവെട്ടത്ത് കണ്ട ഒന്നീ തറവാടിന്റെ മൂലയിൽ കുഴിച്ചു മൂടാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. എനിക്ക് ഈ ജന്മം കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്. ഒടുവിൽ മാമൻ്റെ ഉദ്ദേശം പോലെ തന്നെ എൻ്റെ അമ്മ എന്നെയും കൊണ്ട് ആ തറവാടിൻ്റെ പടി ഇറങ്ങി അച്ഛൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യും. മാമൻ്റെ ഇതുപോലുള്ള നിഷ്കളങ്കമായ പ്രവൃത്തികൾ കാരണം കുടുംബക്കാരും ഈ തറവാടിലേക്ക് എടുക്കാറില്ല. പിന്നെ കംസം മാമൻ അങ്ങോട്ട് ആ രാജയോഗത്തിനായിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു. ഹലോ, പിറന്നാളാശംസകളുണ്ട് മതാ. താങ്ക് യു. അല്ല, ആരാ? മനസ്സിലായില്ല. ഇത് നിന്റെ കംസമ്മാവനാ മോനെ. അതെങ്ങനെ മനസ്സിലാവാനാ? മോൻ ജനിച്ച ശേഷം മോൻ്റെ അമ്മ തറവാട് വിട്ട് ഇറങ്ങിയല്ലേ. പിന്നെ ഈ മാമൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും മോൻ്റെ അമ്മ അന്വേഷിച്ചിട്ടില്ല. പിന്നെ നിങ്ങളിനി അവിടെ കിടന്ന് കഷ്ടപ്പെട്ടതൊക്കെ മതി. മോൻ അമ്മയും വിളിച്ചോണ്ടെങ്കിൽ തറവാട്ടിലേക്ക് പോവാ. എത്രയൊക്കെയായാലും എനിക്കവളെ മറക്കാൻ പറ്റുമോ? എൻ്റെ ഒരേ ഒരു പെങ്ങളല്ലേ. അല്ല മാമ, അമ്മ അങ്ങോട്ട്. അതെനിക്കറിയാം. അതാ ഞാൻ മോനെ വിളിച്ചേ. മോനിങ്ങ് തറവാട്ടിലേക്ക് പോര്. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് എന്ന് ദേവിയെ കൂട്ടിക്കൊണ്ടിങ്ങി വരാം. അല്ല മാമ, അത് പിന്നെ മോനെ മതാ, നീ ഇപ്പോൾ ഏത് ഹോസ്റ്റൽ മുറിയിലാ ഉള്ളതെന്ന് വരെ എനിക്കറിയാം.
ഞാനപ്പോ അവിടെ വന്ന് നിന്നെ കൂട്ടണ്ടല്ലോ അല്ലേ? വേണ്ട മാമ, ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ ബാക്കി പിറന്നാളാഘോഷമൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് അവിടെ നീ നിന്റെ അമ്മാവിനെ കുറിച്ച് പണ്ട് ഭയങ്കര ബാഡായിരുന്നല്ലോ. ഇതിപ്പോ എന്തോ പെട്ടെന്ന് കാണാൻ പോവാൻ? ഏയ് ഒന്നുമില്ലടാ. അമ്മാണെന്നല്ലേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ മുട്ട സെൻറ്റി പുള്ളി വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയിട്ടും കുറേ ആയല്ലോ. ഇനിയിപ്പോൾ വരുമ്പോൾ അമ്മേനെയും കൂട്ടിക്കൊണ്ട് ചെല്ലാനാ പറഞ്ഞേക്കണേ. എന്തായാലും കൊള്ളാം. ഞാൻ എന്തായാലും പുള്ളിനൊന്ന് കാണാതിരിക്കണായിരുന്നു. പുള്ളിയുടെ പഴയ വല്ല കഥകൾ കിട്ടുവാണെങ്കിലേ ഒരു ത്രില്ലറിനുള്ള സ്കോപ്പ് ഉണ്ടെങ്കിൽ സെറ്റാക്കാലോ. ബബിയേ, എന്താടാ അവിടെ ഒരു ആൾക്കൂട്ടം? ദാ വീട്ടില് ഒരാളൊക്കെ മരിക്കുമ്പോ നിനക്കൊക്കെ ഇത്ര സന്തോഷം? എടോ, ഒരു കാര്യത്തിന് പോകുമ്പോ ഒരു മരിപ്പാണത് ശുഭകരമായ ഒരു കാര്യമാണ്. എനിക്കറിയോ? പൊന്നു ബബി, നിനക്ക് ആരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്താണ് കാര്യമാണ്? കമോൺ, ഒരുപാട് ഫോഴ്സ് ബിലീഫായിട്ട് വന്നേക്കും. വേണേ വിശ്വസിച്ചാതി. അല്ലെങ്കിൽ നമ്മ പറഞ്ഞാലും നിനക്ക് ആരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എടാ, പിന്നെ നിന്റെ മാമന്റെ അടുത്തേ മറ്റേ പഴയ ബബിയേ, ഇതേടാ വേറൊരാൾക്കൂട്ടം. എടാ, അതും മരിപ്പാണ്ടാ. മരിപ്പാണല്ലോ. എടാ, 2 മരിപ്പാ. അപ്പൊ പോണാരി അടിപൊളി. അത് കലക്കി. അതെ ഒരു കാര്യത്തിന് മുമ്പ് ഒരു മരിപ്പാണത് വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. 2 മരിപ്പ് വേണ്ട എന്താണ് അവസ്ഥ? സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ പൊന്നു ബബി, ഇങ്ങനെ സ്റ്റുപ്പിഡിറ്റി പറയായിരിക്കും. കുറച്ചൊക്കെ വാടിച്ചിരിക്കും. സമാധാനം പോലെ കുറച്ച് മ്യൂസിക് കേൾക്കാം. രണ്ടിനോട് കാര്യം ഞാൻ പറഞ്ഞേക്കാം. മാമനെ ആളത്ത് റഫാണ്. നീയൊക്കെ നിൽക്കേണ്ട പോലെ എന്നിട്ട് കാര്യം കഴിയുമ്പോൾ കയറിങ്ങ് പോന്നോളാം. കേട്ടല്ലോ? കാര്യം എന്ത് കാര്യം? എടാ, മാമനെ കാണാൻ പോണ കാര്യം. അതിനല്ലേ നമ്മൾ പോണത്. വണ്ടി പോട്ടെ. പാട്ട് ഇത് മതമോന്റെ പിറന്നാളിന് മക്കൾക്ക് മാമന്റെ വക. അല്ല അങ്ങളിവിടെ തനിച്ചാണ്? അമ്മ നേരത്തെ പോയി. പിന്നെ ഞാനും എൻ്റെ പെങ്ങൾ ദേവിക്ക് മാത്രമേ. പ്രതീക്ഷിക്കാത്ത ചില അതിഥികൾ വന്നപ്പോൾ ഞാനങ്ങ് തനിച്ചായി. അല്ലേ മത? പിന്നെ മതമ്മോ വന്ന് കയറിയതും സൗഭാഗ്യങ്ങളൊക്കെ ഓരോന്നായി വന്നു തുടങ്ങി. അതെന്താ? ആ, അതൊക്കെയുണ്ട്. അല്ല അങ്ങളെ ഈ മാങ്കോമ്പൊക്കെ അതൊക്കെ മാമന്റെ പഴയ ചില ഹോബികളാ മക്കളെ. പലതിനെ ഇതുപോലെ കൊന്ന് ചുവരി തൂക്കിയിട്ടുണ്ട്. ചിലതിനെ ഇതുപോലെ കൊല്ലാതെയും വിട്ടിട്ടുണ്ട്. അല്ല അങ്ങളെ മാങ്കോമ്പ് മാത്രമുള്ള ആനക്കൊമ്പൊന്നുമില്ലല്ലേ? അതിപ്പോ വേട്ടയ്ക്ക് പോകുമ്പോൾ മുന്നിൽ കാണുന്ന നാൽക്കാലികളായാലും എനിക്ക് ദോഷം വരുത്തുന്ന ഇരുകാലികളായാലും എനിക്കൊരുപോലെ ഒന്ന് തള്ളു. ഇത് പണ്ട് മൈസൂർ പോയപ്പോൾ തളച്ചേ പിള്ളേരെ.
ദേ ലവന വെച്ച് അല്ല അങ്ങള് ഞങ്ങൾ ഈ ഹണ്ടിങ്ങിനൊന്നും ഇതുവരെ പോയിട്ടില്ലേ? ഞങ്ങളിതുവരെ പോയിട്ടില്ല. അതെ, മക്കൾക്ക് എന്താ ഹണ്ടിങ്ങിന് പോണോ? പോയാൽ കൊള്ളായിരുന്നു. മദമോന് പോണേ മാമൻ കൊണ്ടുപോകാം. എന്താ മദമോന് പോണോ? പോവാം മാമ. അപ്പോൾ മക്കളെ നാളെ ഹണ്ടിങ്ങിന് റെഡി ആയിരിക്കും. മാറി ഭവി. പുലി വല്ലോണ പുലിയോ ഫൂളിഷസ് പറഞ്ഞു. വാ വെടിവെച്ചടുത്തൊന്നുമില്ലല്ലോ മാമ. ഇല്ലടാ മോനെ, എന്തോ ഒരു അനക്കം കേട്ടു. അത് വല്ല അണ്ണനും ചാടി പോയിരിക്കും. മോനെ മതാ, നിനക്കൂടി വെക്കണോടാ? ഇല്ല വേണ്ട മാമ. വെക്കടാ, മാമനില്ല കൂടെ. അല്ല വേണ്ട. അല്ല അങ്ങളെ അമ്മച്ചിനും വേണ്ട, ഞാൻ തന്നെ എവിടെ വെക്കും. അല്ലടാ ഓ അല്ല അല്ലങ്ങളെ മാത്രല്ല ഞാനും നന്നായിട്ട് വെക്കും. പെടി മക്കളുടെ വെടി വേറെ എവിടെങ്കിലും കൊണ്ടുപോയി വെച്ചു. ഭയങ്കര ഇതിന്ന് വെടി വെക്കണേ, അതെൻ്റെ മതമോ മാത്രം വെച്ചാൽ മതി. കാരണം അവൻ എൻ്റെ ശുക്രദശയാണ് പിള്ളേരെ. കേട്ടില്ല മുതോ എടുത്ത് വെക്കട കൂടി. നിനക്ക് എന്തി പ്രവി? അതിനിപ്പോ പ്രശ്നം എന്താണ്? എടുത്ത് വെച്ചാ പോരെ. ഒന്ന് പോയടോ. ബാബി ജാണയില്ലടാ മേടിച്ചു വെച്ചാ. എന്റെ പൊന്ന് ക്ലിച്ച് എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ്, അതുകൊണ്ടല്ലേ. എല്ലാവരും അറിഞ്ഞിട്ടാണല്ലോ ചെയ്യണത്. ഇത്ര അറിയാവുന്ന എനിക്ക് ഒരു ചാൻസ് ഇട്ടുള്ള തമാശ കളിക്കട്ടാ. മേടിച്ചു വെച്ചറാ. വെച്ചോളൂ, നീ വെക്കും. മാമ കൊടുത്ത് മേടിച്ച് നാണം കൊടുത്തിട്ട മാമനും കൊടുത്ത് വെക്കടാ, മാമനില്ല കൂടെ. കിട്ടിയല്ല വെക്കട. നീ മതമോൻ വെച്ചോ? വെക്ക്, ധൈര്യമായിട്ട് വെക്ക്. ഞാൻ കൂടെ വെക്ക്. റൈറ്റ് മാൻ, യു ക്യാൻ. പറ്റണ്ടാ തമാശ കളിക്കട്ടാ. അടക്കടാ, എത്ര ശക്തി മതാ. അടക്ക് ഒന്നും മതാ. ഇവന്മാരെന്തായി കാണി വയ്യെങ്കിൽ താമത. എനിക്ക്
ഓക്കെടാ ഇതാ കണ്ണിൽ വെച്ച് അത് ബോധം വരാൻ വേണ്ടി ഇത്തിരി കൗട്ട് കൗട്ടയാണ് കണ്ണിൽ വെക്കുന്നത് പന്നി. സോറി മിസ്റ്റേക്ക്. മാമൻ മാമൻ തീർന്നാ പോടാ മാമൻ. ഒച്ചപ്പാടും ഉണ്ടാക്കണ ക്ലിൻസേ. ഈ കാട്ടിന്റെ അകത്താരേക്കണ ഇപ്പൊ ആരും കേട്ടാ നീ എന്ത് ചെയ്യും? ഒന്ന് പോടാ മാമൻ കിടക്കണ്ടില്ലേ? നീ അത് വിട്ട് അവനൊരു അബദ്ധം പറ്റില്ലേ? എന്താണ് ക്ലിൻസേ മനസ്സിലാക്കാത്തത്? ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഞാൻ വെക്കാത്തും. അതിന് ചാൻസ് ഉണ്ട് ക്ലിൻസേ. വെറുതെ ക്ലിൻസേ ഒന്ന് കൂളായി ക്ലിൻസേ. കൂളാകും കൂളാകും. നീയും കൂടി ഇങ്ങനെ എന്ത് ചെയ്യാൻ ക്ലിൻസേ? നിനക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ ക്ലിൻസേ. കൂളാവും കൂളാവും കൂളായാ? ആ കൂളായിട്ടെ എന്തെങ്കിലും ഒരു ഐഡിയ എന്തെങ്കിലും ഞാനേ പോയിട്ട് മദനെ കൂളാക്കട്ടെ. മത പോട്രാ. എടാ ഞാൻ അപ്പോഴേ പറഞ്ഞല്ല എനിക്ക് അറിയില്ലെന്ന്. എനിക്കൊരു അബദ്ധം പറ്റിയതാടാ. വിട്ടളാ. ഇതാണോ വെക്കറിങ്ങി വെക്കരുത്. ഞാൻ അപ്പോഴേ പറഞ്ഞു കൊടുത്ത് കെട്ടിയെടുക്കണ്ടാന്ന്. നിനക്കായിരുന്നു മാമനെ കാണണം, ത്രില്ലർ പടം ഉണ്ടാക്കണം എന്നുള്ളത്. അവന്റെ ഒടുക്കത്തിന് വെട്ടി മാമന് മേലെ ഞാൻ അപ്പോഴേ പറഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ലെന്ന്. അപ്പൊ നിന്റെ ഒക്കെ കുഴപ്പമില്ലായിരുന്നു. ഇതേ നടക്കണ് അവന്റെ ഒക്കെ ഒരു വെടി. അതാ എന്താണത്? എടാ നീ ഇങ്ങനെ വിഷമിക്കല്ലേ? ഇല്ലടാ അവൻ്റെ മാമനോട് വെടികൊണ്ട് നടക്കണം. അവൻ കടന്നിട്ട് ഡാൻസ് കളിക്കാം. എൻ്റെ പൊന്നുപവി ഒന്നും മിണ്ടായിരിക്കേ. എടാ നിനക്കൊരു കൈബദ്ധം പറ്റിയല്ലേ? അല്ലെ തന്നെ നമ്മളായിരിക്കും വിചാരിച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എന്തായാലും ഇങ്ങനെ സംഭവിക്കണ്ടായിരുന്നു. എടാ നിനക്കൊന്നും തോന്നൂല്ലെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയാം. എന്ത് ഐഡിയ? എടാ നമ്മളിങ്ങോട്ട് വന്നേക്കണ കാര്യം ആർക്കും അറിയാൻ പാടില്ല. എന്തിനും ഇവൻ്റെ വീട്ടിൽ പോലും അറിയില്ല. പിന്നെ നമ്മൾ മാമനൊത്ത് വന്നേക്കണ കാര്യം ആരും കണ്ടിട്ടില്ല. നമുക്കെങ്കിൽ എടാ മാമനെവിടെയും കുഴിച്ചിട്ട് പോയാലോ? നല്ല ഐഡിയല്ലേ? എനിക്കറിയാൻ മേല. എടാ ഒന്ന് പറയടാ, ഒന്ന് പറഞ്ഞ് സമയിപ്പിക്കേ. നോക്കട്ടെ. ഒന്ന് ചെല്ലടാ, വേഗം ചെല്ലൊന്ന്. ഇക്കടന്ന് പോയിട്ട് വരാം. മത ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പുറത്തിറന്ന് ഓർത്ത് നോക്കടാ. സീനാണ്, നമ്മൾ തീർന്നു. പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞ ഓർക്കാൻ തന്നെ പറ്റുള്ള. മത നമുക്ക് ക്ലിൻസ് പറഞ്ഞോളൂ ചെയ്യാടാ. അതിന് നല്ലത് നീ എന്നെ ഓർത്ത് നോക്ക്. അവൻ പറഞ്ഞോളൂ ചെയ്യപ്പ. എന്താന്ന് വെച്ചാ ചെയ്. ആ അതല്ലേ മതാ നീയേ അതൊക്കെ ഇങ്ങനെ അബദ്ധത്തിൽ ഇനി കയ്യിൽ നിന്ന് പൊട്ടണ്ട. ആ ശരി. വെട്ടിയൊക്കെ അറിയാത്ത ബബി ഹോൾഡ് ദിസ് എവിഡൻസ് ആണ്. പോണോയ്ക്ക് നമുക്ക് ഡംപ് ചെയ്യാം. അതിന് കർച്ചീഫ് എന്തിനാ? ഫിംഗർ പ്രിന്റ്സ്. കമോൺ. നമുക്കേ ഇവിടുത്തെ ക്രൈം സ്മെല്ലൊന്നും കളയണം. എന്ത് സ്മെല്ല്? എനിക്കൊന്നും കിട്ടുള്ള സ്മെല്ലുണ്ട്. നീ ആ ബോട്ടിലിങ്ങനെ കൗട്ടാൾ നല്ല കളിയൊന്നും വേണ്ട. നീ ചാഞ്ചാട്ടം കണ്ടപ്പോഴേ മനസ്സിലായി. എൻ്റെ മത ഇങ്ങനെയാണെങ്കിൽ പരിപാടി നടക്കൂല കേട്ടോ. എന്റെ പൊന്ന് പബിയ ഒന്ന് കൊടുക്ക്. നിനക്ക് വേറെ മേടിച്ചു തരാം. എന്താണ് അത് പറയണം? മാമനും പോയി ബക്കാടിയും പോയി. അതെ ഷെർലോക്കെ, ചോര വന്നൊന്ന് നിർത്താൻ പറ്റുമോ? എൻ്റെ പൊന്നു പപ്പി, ഞാനതവിടെ സ്വിച്ച് ഇട്ടിട്ട് പോണല്ല. ക്ലിൻസ് എടാ വല്ലാണ്ട് ചോര വന്നുണ്ട്. ഇതെന്താ ചെയ്യാൻ പറ്റുക? ചോര അതിപ്പോ ഇവിടെ കുടിക്കാം.
ക്ലിൻസേ എന്താടാ എടാ ഒരു സോറി കേട്ടാ അത് വല്ല എണ്ണാനും ചാടിപ്പോയായിരിക്കും ഇത് കുഴിച്ചടാ. എൻ്റെ കുഞ്ഞു വിളിച്ചൊന്ന് നോക്കി നീ അവിടെ ഞാനിപ്പോൾ കേട്ടുള്ളൂ ഞാനൊക്കെ നോക്കി ശരിയാണല്ലോ ഇപ്പൊ അനക്കൊണ്ടല്ലോ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ക്ലിൻസേ പൊലിയോടാണ് ക്ലിൻസേ. എടാ മത അതാടാ ഈ ഒരു panic ആയി ഇങ്ങോട്ട് വരണ്ടിട്ടാ ഇത് കൊണ്ടാരണമാവും. എടാ മത തോക്കെടുക്കണ വേറെന്തെങ്കിലും കൊണ്ടോണ്ടല്ലോ മത. അതേടാ, ഞാൻ മനഃപൂർവ്വം വെച്ച വെടിയാ ഇയാൾക്കിട്ട്. ഇതൊക്കെ നിന്റെ പ്ലാൻ ആയിരുന്നല്ലേ? എന്നാലും വീഡിയോ ഒക്കെ അവിടെ മേടിച്ച് എന്തിനായിരുന്നല്ലേ? ഇതൂടെ കേട്ടോ. അല്ല കംസ, ഈ ദോഷം ഈ കുഞ്ഞിനെ കൊണ്ട് മാത്രമല്ലല്ലോ, ഈ കുഞ്ഞിൻ്റെ അച്ഛനെ കൊണ്ടും തനിക്ക് ഇങ്ങനെ ഒരു ദോഷം ഉണ്ടായിരുന്നില്ലേ? എടാ, എൻ്റെ അച്ഛൻ മരിച്ച എങ്ങനെയായിരുന്ന? അതെന്തോ ആക്സിഡന്റ് ആണെന്നല്ലടാ പറഞ്ഞത്. അല്ലടാ ക്ലിൻസേ, കൊന്നു കളഞ്ഞാടാ ഈ നായിൻ്റെ മോൻ. എൻ്റെ അച്ഛൻ മരിച്ചാൽ പിന്നെ ആ ദോഷം ഉണ്ടാവില്ലല്ലോ. അല്ല എന്നാ പുള്ളിക്ക് നിന്നെയും കൂടി കൊന്നാ പോരെ എന്നാ? അപ്പൊ ഈ ദോഷവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതെങ്ങനെയാടാ? എൻ്റെ 23 നാളിന് ശേഷം ഇയാൾക്ക് രാജയോഗം എന്നല്ലേ ആ ജോത്സ്യം പറഞ്ഞേക്കുന്നേ. പിന്നെ എന്നെ എങ്ങനെ തീർക്കൂടാ? അല്ലടാ, അപ്പൊ നീ 23 വയസ്സാണ് മുമ്പ് ഈ മാമനൊന്നും ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു ലാട്ടത്തേക്കും പിടിച്ച് ഒത്തുവനെ. അല്ലടാ ക്ലിൻസേ? അല്ലടാ, ഞാനും ദിവസത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. നീ പറഞ്ഞ പോലെ എൻ്റെ 21 നാളിനിടയിൽ ഞാൻ കാരണം ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ജോത്സ്യം പറഞ്ഞ ദോഷം എൻ്റെ തലയൊന്നും കിടക്കില്ലേ? ഇതിപ്പോൾ എൻ്റെ 21 നാളിന് ശേഷമുള്ള രാജയോഗം അല്ലടാ ഞാൻ ഇയാൾക്ക് കൊടുത്തേ. അമ്പോ അത് കലക്കി. എന്ത് കലക്കിന്ന് ബാബി? വെറുതെ അതാ നിനക്ക് അറ്റ്ലീസ്റ്റ് ഞങ്ങളോട് അല്ലെങ്കിൽ എന്നോടെങ്കിലും പറയായിരുന്നു. എടാ എടാ, ഞാനത് നിന്നോട് പറയാണ്ടിരിക്കുമായിരുന്നു, പക്ഷെ നീ ഇതെങ്ങനെ എടുക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത പറയണ്ടോ? എടാ പറഞ്ഞേക്കടാ. എടാ എടാ, ഞാനത് നിങ്ങളോട് രണ്ടുപേരോടും പറയാനായിട്ടിരിക്കുമായിരുന്നു, പക്ഷെ ഇങ്ങനെ എടുക്കുമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ലടാ. എങ്ങനെ എടുക്കാൻ? എൻ്റെ ഐഡിയ ഒക്കെ വേസ്റ്റ്. എടാ അമ്മയാണ് എന്നെ ഇന്നലെ തൊട്ട് വിളിക്കണതാ. ഞാൻ ഇതൊരു ഫോൺ എടുത്തല്ല, ഇനി എടുക്കാതിരുന്നാ. എടാ ഇതെങ്ങനെ അറിഞ്ഞിട്ട് ഇനി വിളിക്കണം? എൻ്റെ ദൈവം, എനിക്ക് അതിൻ്റെ കുറവും കൂടെ ഉള്ളൂ. എടാ നീ ഒരു കാര്യം ചെയ്തേ, സ്പീക്കറിലിട്ട് സംശയം തോന്നാത്ത സംസാരിച്ചു. അമ്മ അമ്മ, ഞാൻ ക്ലിൻസിന്റെ വീട്ടിലാണ്. അല്ലമ്മ, എന്റെ പിറന്നാൾ ഇന്നലെ കഴിഞ്ഞല്ലേ? അതിന്റെ പാർട്ടി ആയിരുന്നു ഇന്നലെ. കംസ, പുരാണത്തിൽ ശ്രീകൃഷ്ണൻ കംസനെ കൊന്നു. എന്നാ ആ ശ്രീകൃഷ്ണന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് അറിയാമല്ലോ അല്ലേ?
പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മ പുനഃസ്ഥാപനത്തിനായി അവതാരം കൊണ്ട ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മനക്ഷത്രമാണ് ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി.